പ്രധാനപ്പെട്ട കാര്യം കൂടെ ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കേട്ടൊരു വാർത്തയാണ് അരുൺ. വടകരയിലെ തലശ്ശേരി നിയോജകമണ്ഡലത്തിൽ എരഞ്ഞോളിയിൽ 86 വയസ്സായ ഒരു വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോഴും കേട്ടത്. അദ്ദേഹം ഒരു പറമ്പിൽ നിന്ന് തേങ്ങ പെറുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കണ്ടൊരു ചോറ്റുപാത്രം തുറക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റീൽ ബോംബാണെന്ന് കരുതപ്പെടുന്നു. അത് പൊട്ടിയാണ് 86 വയസ്സായ ഒരു വയോവൃദ്ധൻ മരിച്ചത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ ബോംബിന്റെ നിർമ്മാണത്തെ നിലക്ക് നിർത്താൻ പോലീസ് എഫക്റ്റീവായി ഇടപെടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മണിയൂരിലെ ഒരു വീട്ടിൽ, അതുപോലെ തന്നെ കക്കട്ടിലെ വേറൊരു വീട്ടിൽ, കൂത്തുപറമ്പിൽ ഒരു വീട്ടിലൊക്കെ ബോംബാക്രമണം ഉണ്ടായി. ഇതുവരെയൊന്നും ആ കേസിൽ ഒരു പ്രതിയെ പോലും പിടിച്ചിട്ടില്ല. അപ്പൊ ഈ ബോംബ് കാര്യത്തിൽ പോലീസ് വളരെ ഇൻഎഫക്റ്റീവായി പോലീസ് പെരുമാറുന്നത് ഇത് ഉണ്ടാക്കുന്നവരുടെ മാത്രമല്ല, അവർ ആർക്കെതിരെയാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ മാത്രമല്ല, പക്ഷെ സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോവാണ്. ബോംബ് ഉപേക്ഷിക്കപ്പെട്ട ബോംബുകൾ അവിടുന്ന് പൊട്ടി ആള് മരിക്കാന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ സിറ്റുവേഷനാണ്. പോലീസ് ആക്ട് ചെയ്യുന്നില്ല. പോലീസിന്റെ ഇച്ഛാശക്തി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പോലീസിനെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഈ ബോംബ് നിർമ്മിക്കുന്ന ആളുകളെ, അത് ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം. വ്യാപകമായ പരിശോധനകൾ നടക്കണം. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതും കരുതിയിരിക്കുന്നതും ഒളിപ്പിച്ചു വെച്ചിരുന്നതുമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അതിന്റെ നിർമ്മാതാക്കളെയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അത് വടകരയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. വടകരയിലെ ജനങ്ങളുടെ റിസൾട്ട്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ ക്ലിയറാണ്. ബോംബ് രാഷ്ട്രീയത്തിനും വർഗീയ രാഷ്ട്രീയത്തിനും ഈ രണ്ട് ഭരണകൂടങ്ങൾക്കും എതിരായിട്ടുള്ള കൃത്യമായ വിധിയെഴുത്താണ്. അത് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാവണമെന്ന് അവിടുത്തെ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പോലീസിനോട് കൃത്യമായി ആക്ട് ചെയ്ത് ഇനിയും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നു.